ഹലോ എവരിവൺ, എല്ലാവർക്കും CHSL 2024 ക്രാഷ് കോഴ്സിന്റെ മാത്സിന്റെ ഡേ 2ലേക്ക് സ്വാഗതം. അപ്പോൾ മാത്സിലെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ സിംപ്ലിഫിക്കേഷൻ ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ നമ്പർ സിസ്റ്റം എന്നുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇതൊരു ക്രാഷ് കോഴ്സ് ആണ്. നമ്പർ സിസ്റ്റം എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് ചെയ്യാം. അതിനു മുന്നേ നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. ദിശ ഓൺലൈൻ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് SSC റെയിൽവേ എല്ലാ എക്സാംസിനും വേണ്ടിയുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്യുക. അതേപോലെ ഡെമോ ക്ലാസ്സുകൾ കണ്ടിട്ട് ക്ലാസ്സുകളുടെ ക്വാളിറ്റി മനസ്സിലാക്കി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഇത് CHSL എക്സാമിന്റെ കോഴ്സിന്റെ കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഈ ഒരു ക്രാഷ് കോഴ്സ് സീരീസ് ഫ്രീ ആയിട്ട് യൂട്യൂബിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൽ എന്താ ചെയ്യുന്നത്, നമ്മുടെ എല്ലാ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളൊരു 10-15 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. നിങ്ങളുടെ ഫൗണ്ടേഷൻ ബാച്ചും നിങ്ങൾക്ക് വേണം, ബേസിക് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ഓർഡറിൽ വേണം. അതേപോലെ നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ഒരു 100-150 ക്വസ്റ്റ്യൻസ് ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യണം, അല്ലെങ്കിൽ 100-ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതിന്റെ ഡീറ്റെയിൽസ് ആണ്, അതൊക്കെ നിങ്ങൾക്ക് അവിടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതും ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം. കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാനിവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നെ, ഇപ്പോൾ നമ്മൾ സിംപ്ലിഫിക്കേഷൻ്റെ ഫസ്റ്റ് ക്ലാസ് കണ്ടു, അതെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ മാത്സിന്റെ മാജിക്കിലോട്ട് പോകാം. മാത്സിന്റെ മാജിക് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഈ ക്വസ്റ്റ്യൻ അല്ല, നമ്മൾ ഇന്ന് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാം. ഒന്നാമത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ച ഉടനെ ചെയ്യാന്ന് പറഞ്ഞാൽ അൾട്രാ പ്രോ ലെവൽ. അതെ, രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്ന് വായിച്ച് ചെയ്തിട്ടുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സമയമെടുത്ത് ഒന്ന് എഴുതി നല്ല സ്പീഡിൽ ചെയ്യാം. ഈ മൂന്നാമത്തെ ഒരാൾക്കാരുണ്ട്, ഫുൾ എഴുതി കണ്ടുപിടിച്ച് ഒരു സമയം കൊടുത്ത് എല്ലാ ക്വസ്റ്റിനും ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് കൊടുത്ത് ചെയ്യുന്ന സൊല്യൂഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഈ അൾട്രാ പ്രോ സൊല്യൂഷൻ ഉണ്ടല്ലോ, അതെന്ന് പറഞ്ഞാൽ ഒരുപാട് നാളത്തെ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞ് കാര്യം നന്നായിട്ട് സെറ്റായി പഠിച്ച് ഇരിക്കുന്ന ഒരാള്, നന്നായിട്ട് പ്രാക്ടീസും കൂടെ ഉള്ള ഒരാൾ ചെയ്യുന്ന മെത്തേഡാണ്. നിങ്ങൾക്ക് ഒരു മെത്തേഡും ഞാൻ എന്ത് ചെയ്യുന്നില്ല, വിട്ടുപോകുന്നില്ല. നിങ്ങൾക്ക് 3 മെത്തേഡിലും ഞാൻ എന്ത് ചെയ്യും, ആൻസർ പറയും. ഈ നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ഈ അൾട്രാ പ്രോ മെത്തേഡിൽ, അതായത് കട്ട സ്പീഡിൽ കാണുമ്പോൾ തന്നെ ആൻസർ പറയുക എന്നുള്ള രീതിയിൽ. അപ്പൊ അതിനുവേണ്ടിയുള്ള ക്ലാസ്സുകൾ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. അത് സമയമെടുക്കുന്ന പ്രോസസ്സാണ്. ഓക്കെ, അതെല്ലാം ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, CHSL വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, 60 ദിവസം കൊണ്ട് എന്ത് ചെയ്യണം, എങ്ങനെയായിരിക്കണം നിങ്ങൾ അടുത്ത എക്സാമിന് നോക്കേണ്ടത്, എല്ലാം പറഞ്ഞിട്ടുണ്ട്. പ്രീവിയസ് ആ ഒരു പ്ലേലിസ്റ്റ് എടുത്ത് കണ്ടാൽ അത് മനസ്സിലാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ ക്രാഷ് കോഴ്സിലെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഈ ക്രാഷ് കോഴ്സിനെ പറ്റിയും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഞാൻ എങ്ങനെ ചെയ്യും എന്ന് പറയാം, പിന്നെ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സൊല്യൂഷൻ പറയാം. ഇപ്പൊ കാൽക്കുലേറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ഇൻ ദ എക്സ്പ്രഷൻ, ഇതാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ ഞാൻ ഇവിടെ 22, 27, 29, 31 ഓപ്ഷൻ ബി മാർക്ക് ചെയ്തത്. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, അൾട്രാ പ്രോ സൊല്യൂഷൻ അല്ലെങ്കിൽ ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ വഴി അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് വഴി എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസിക് വഴി. ഓക്കെ, അപ്പൊ ഞാൻ ഈ ബേസിക് എന്ന് പറയുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞിട്ട് വേറെ ചാനലുകളിൽ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ബേസിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നോക്കേ, പ്രൈം ഫാക്ടേഴ്സ് ആണ് വേണ്ടത്. അതായത് പ്രൈം നമ്പർ ഏതൊക്കെയാണ് ഉള്ളത്, 2. ഇനി ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതായിരിക്കും നമ്മുടെ ക്രാഷ് കോഴ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ചെയ്യാൻ പറ്റുന്ന ഓരോ ടോപ്പിക്കും നിങ്ങൾക്ക് 60 ദിവസത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡെയിലി ക്ലാസ്സുകളുണ്ട്. അപ്പൊ അതിൽ ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ഡിഫറെന്റ് ഏരിയാസ്. നമുക്ക് ഒരിക്കലും നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പൊ അതിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ നമുക്ക് എന്തുണ്ട്, സമയം ഇല്ല. എല്ലാം ചെയ്യണമെങ്കിൽ ഫൗണ്ടേഷൻ ബാച്ച് നിങ്ങൾക്ക് പെയ്ഡ് ക്ലാസ്സിൽ ഇതിന്റെ കൂടെ CHSL ക്ലാസ്സിന്റെ കൂടെ തരുന്നുണ്ട്. അതെടുത്ത് നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാൻ പറ്റും എന്നുള്ളവരാണെങ്കിൽ അത് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് നിങ്ങൾക്ക് അതിൽ നിന്നും ഉള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാം, എല്ലാ ക്വസ്റ്റിനും ഈ അൾട്രാ പ്രോ എന്ന് പറഞ്ഞ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ, അത് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലെവൽ എന്തായി മാറി. അപ്പൊ അതെല്ലാത്തിനും ഞാൻ അത് പറഞ്ഞു തരും. എങ്ങനെ 5 സെക്കൻഡിനകത്ത് അല്ലെങ്കിൽ 10 സെക്കൻഡിനകത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യും, ഓപ്ഷൻ നോക്കി എങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ വഴി വെച്ചിട്ട് ഓരോ ക്വസ്റ്റിനും ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലെ കമന്റ് ഞാൻ കണ്ടു, ക്ലാസ് ഭയങ്കര സ്ലോ ആയി പോയെന്ന്. അപ്പം സ്ലോ ആക്കിയതല്ല, ഞാൻ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഇത് സ്ലോയും ഫാസ്റ്റും എന്നുള്ളതല്ല, നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടുന്ന ഒരു രീതി. അപ്പൊ അത് നിങ്ങൾക്ക് എത്രത്തോളം ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റും അത്രത്തോളം ബെസ്റ്റ് ആയിട്ട് ഞാൻ തന്നിരിക്കും. പിന്നെ ബേസിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമുക്കറിയാം പ്രൈം നമ്പർ 2, 3, 5, 7, 11, 13, അങ്ങനെ 17 അങ്ങനെയാണ്. അപ്പൊ ഇവിടെ എക്സ്പ്രഷൻ ഇതിനകത്ത് എന്തുണ്ടാവും, എത്ര പ്രൈം ഫാക്ടേഴ്സ് ഉണ്ട്. ഈ 4നെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ഇതിനെ പ്രൈം നമ്പറിന്റെ ടേംസിൽ എഴുതണം. അപ്പൊ 4 എന്ന് പറഞ്ഞാൽ എന്താണ്, 2ന്റെ സ്ക്വയർ ആണ്. അപ്പൊ 2ന്റെ സ്ക്വയറെ raised-11 എന്ന് പറഞ്ഞാൽ എന്താണ്, a⁻m raised-n എന്ന് പറഞ്ഞാൽ a⁻m × n ആണ്. എന്ന് പറഞ്ഞാൽ പവർ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ആണ്. 2ന്റെ സ്ക്വയർ raised-11 എന്ന് പറഞ്ഞാൽ 2 × 11 22 ആണ്. അപ്പൊ ഇത് നേരത്തെ പഠിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് എന്തായിരിക്കും, ഇത് പ്രയാസമായിരിക്കും. ഈ ക്വസ്റ്റ്യൻ വരെ പ്രയാസമായിരിക്കും. ഞാൻ ചെയ്ത എത്ര സെക്കൻഡിലാണ്, 5 സെക്കൻഡ്. 5 സെക്കൻഡെങ്കിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നോക്കി ചെയ്തു.
അപ്പൊ ഇത് ചെയ്യാത്ത ഒരാൾ എന്തായിരിക്കും, ഇത് അറിയാത്ത ഒരാൾ, പഠിക്കാത്ത ഒരാൾക്ക് എന്തായാലും എന്തായിരിക്കും ഈ രണ്ടാമത്തെ, അല്ല ഇത് പഠിക്കാത്ത ഒരാൾക്കാണെങ്കിൽ മൂന്നാമത്തെ സമയം. അതായത് 5 സെക്കൻഡ് ചെയ്താൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് എടുക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 5 സെക്കൻഡ് ചെയ്ത ക്വസ്റ്റ്യൻ 1 മിനിറ്റ് എടുക്കുന്നു, അല്ലെങ്കിൽ 1 മിനിറ്റിനോളം വ്യത്യാസമുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ജോലി കിട്ടാതെ പോകുന്നത്. അത്രേ ഉള്ളൂ, സിമ്പിൾ കാര്യമാണ്. ഇങ്ങനെ ചെയ്യാതെ പോകുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ബാക്കിയുള്ളവരിൽ നിന്നും പുറത്താവും. ബാക്കിയുള്ളവരെന്ന് പറഞ്ഞാൽ എവിടെ നിൽക്കുന്നവരാ, ഈ 2 നിൽക്കുന്നവരാണ്. അതായത് നന്നായിട്ട് പഠിക്കുന്ന എബോ ആവറേജ് ആൾക്കാർ. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം. എബോ ആവറേജിന് മേളിലുള്ള സൊല്യൂഷൻ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അത് നിങ്ങളെ അറിയിച്ചു തരാനാണ് എന്ത് ചെയ്യുന്നത്, ഓരോ ക്വസ്റ്റിനും ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ 1 മിനിറ്റ് ചെയ്യുന്നവർ എന്താ ചെയ്യേണ്ടത്, ഇതൊന്നും അറിയില്ല, നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നുള്ളവർ ഒന്നുകിൽ ക്ലാസ് എടുത്ത് സെറ്റ് ആവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, SSC GD 2022 ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. പ്ലേലിസ്റ്റ് എടുത്തിട്ട് SSC GD 2022, അത് നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കാൻ അറിയാം. അതിലെ മാത്സിന്റെ ക്ലാസ്സുകൾ ഒരു 17 ക്ലാസ് ഉണ്ട്. അത് മാത്രം കാണുക, ക്ലാസ് ഉണ്ട്. അതൊരു 10 ദിവസം കൊണ്ട് കണ്ടു തീർക്ക്. 10 ദിവസം കൊണ്ട് നിങ്ങൾ കണ്ടു തീർക്ക്. നിങ്ങളുടെ മാത്സിന്റെ ബേസ് ഇല്ല എന്നുള്ള ആ പരാതി നിങ്ങൾ തീരും. പക്ഷെ 10 ദിവസം കൊണ്ട് കണ്ടു തീർത്ത് പഠിച്ച് സെറ്റ് ആക്കണം. അതിനകത്ത് ഇതെല്ലാം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ആദ്യത്തെ ക്ലാസ്സിലാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അടുത്ത ക്ലാസ് തൊട്ട് ഞാൻ ഇങ്ങനെയൊന്നും പറയില്ല. നമ്മൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്പർ സിസ്റ്റം, ദിശ അക്കാഡമി മലയാളം സെർച്ച് ചെയ്ത് നോക്ക്. അപ്പോൾ അതിൽ വരുന്ന ക്ലാസ് എടുത്ത് കാണും. അപ്പോൾ ആർക്കും സെർച്ച് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും ലിങ്ക് കിട്ടണമെന്നുള്ള പറഞ്ഞിട്ട് നിൽക്കാൻ പറ്റില്ല. കാര്യം നമ്മൾ ഒരുപാട് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും ലിങ്ക് എടുത്ത് കമന്റിൽ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ജസ്റ്റ് സെർച്ച് ചെയ്യുക, യൂട്യൂബ് എടുക്കുക. അതെല്ലാവർക്കും അറിയാം. ഏതാണ് നിങ്ങൾക്ക് ടോപ്പിക് വേണ്ടത്, നമ്പർ സിസ്റ്റം, ദിശ അക്കാഡമി മലയാളം ചുമ്മാ സെർച്ച് ചെയ്യുക. കിട്ടുന്ന ക്ലാസ് എടുത്ത് കാണുക. അതിനകത്ത് എന്ത് ചെയ്യും, നിങ്ങൾക്ക് എന്തായാലും ഗുണമുള്ള കാര്യങ്ങളെ നമ്മുടെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി എന്താ ചെയ്യുന്നത്, 2 അപ്പോൾ 2:22 ആണിത്. 2:22 ആണ് നമ്മുടെ 4:11 എന്ന് പറഞ്ഞാൽ ഇൻറ്റു 5:5. 5 എന്ന് പറഞ്ഞാൽ പ്രൈമാണ്. 5:5 3 എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പറാണ്. 3ന്റെ സ്ക്വയർ 13 എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പർ. ഞാൻ കുറച്ച് സ്പീഡിലായിരിക്കും പറയുന്നത്. സ്പീഡിൽ പറയുന്നത് എന്തുകൊണ്ടാണ്, നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് തരാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പം സ്പീഡ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ആയിട്ട് പറയാം. ഇനി ഈ സ്പീഡ് കുറയ്ക്കണമെങ്കിൽ ഞാൻ കുറയ്ക്കാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ക്വസ്റ്റ്യന്റെ എണ്ണം എന്ത് ചെയ്യും, കുറയുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു സ്പീഡ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കമന്റ് ആയിട്ട് പറയാം. അപ്പം നിങ്ങളുടെ സജഷൻ അനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പീഡിന്റെ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 0.7x-ലോ 0.75x-ലോ വലിയ സ്പീഡായിട്ട് തോന്നുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, ഞാൻ ഒത്തിരി സ്പീഡിൽ പറയുന്നത് അതുകൊണ്ടാണ്. എനിക്ക് വളരെ കുറച്ച് സ്പീഡിൽ 5 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പോകാം. നിങ്ങൾക്ക് അതൊരു 5ന്റെ സ്ഥാനത്ത് ഒരു 15 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് തരാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, കുറച്ച് സ്പീഡിൽ സംസാരിക്കുന്നത്. അത് മനസ്സിലാക്കുക. അല്ലാതെ എനിക്ക് ഓടിപ്പോയിട്ട് ഒരു കാര്യമില്ല. എനിക്ക് വളരെ പതുക്കെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റും. ഓക്കെ, പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ്റെ എണ്ണം കുറവായിരിക്കും, ആ ഒരു ടൈമിന്റെ പ്രശ്നം കൊണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ്, അത്രയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരാനുള്ളതാണ്. ഓക്കെ, അതുകൊണ്ടാണ്. ഓക്കെ, അതൊന്നും മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ 13ന്റെ സ്ക്വയർ ഇതെല്ലാം എന്തായി, പ്രൈം നമ്പേഴ്സ് ആയി. ഇപ്പോൾ 2ന്റെ 2:22 എന്ന് പറഞ്ഞാൽ 2 ഗുണം 2 ഗുണം 2 ഗുണം 2. അങ്ങനെ എത്ര 2 ഉണ്ട്, 22 2 ഉണ്ട്. 5 എത്ര ഉണ്ട്, 5 എണ്ണം ഉണ്ട്. 3 എത്ര ഉണ്ട്, 2 എണ്ണം ഉണ്ട്. 13 എത്ര ഉണ്ട്, 2 ഉണ്ട്. 13 എന്താണ്, പ്രൈം നമ്പർ. അപ്പോൾ എത്ര പ്രൈം നമ്പർ ഉണ്ട്, 22 5 27 2 29 2 31. അപ്പോൾ ഈ 31 ഇങ്ങനെ എഴുതി ചെയ്യുന്ന ഒരാളും ആദ്യത്തെ ഒരു സ്റ്റെപ്പിൽ എഴുതി ചെയ്യുന്ന ഒരാളും തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ ഡെയിലി മാത്സിന്റെ എക്സസൈസ് അത് ചെയ്താൽ മാത്രമേ കാൽക്കുലേഷൻ സ്പീഡ് ചെയ്യാൻ പറ്റൂ. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ 3 ലെവലിൽ ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ ഈ 3 ലെവലൊന്നും കാണിക്കുന്നില്ല. ഫസ്റ്റ് ലെവലും ബേസിക് ലെവലും കാണിച്ച് സെറ്റ് ചെയ്യും. ഇങ്ങനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ പെയ്ഡ് ക്ലാസ്സിലും ഈ ഒരു CHSന്റെ പ്രാക്ടീസ് ക്ലാസ് ഇങ്ങനെ തന്നെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. ആദ്യം ഞാൻ എന്ത് ചെയ്യും, അൾട്രാ സൊല്യൂഷൻ പറയാം. അതിലോട്ട് എത്താൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, അതിലോട്ട് എത്താൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെ അറിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതുപോലെ പറഞ്ഞു തരും. അതായിരിക്കും നമ്മുടെ ആ ഒരു ക്ലാസിന്റെ ഒരു വ്യത്യാസം. ഓക്കെ, അപ്പോൾ എല്ലാം സെറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ലീസ്റ്റ് നമ്പർ ദാറ്റ് ക്യാൻ ബി മൾട്ടിപ്ലൈഡ് ടു ഇത്രയും ടു മേക്ക് ഇറ്റ് എ പെർഫെക്റ്റ് ക്യൂബ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ കാണുമെങ്കിൽ എൻ്റെ അൾട്രാമാക്സ് സൊല്യൂഷൻ എന്തായിരിക്കും, എൻ്റെ സൊല്യൂഷൻ എന്തായിരിക്കും, 69 120. അപ്പോൾ ക്യൂബാണ്, 2 0 വേണം, അത് 1000 വേണം. 2 0 വേണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു 5ന്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. 25 4, ഒരു 0 ഓൾറെഡി ഉണ്ട്. ഓക്കെ, 4 ഉണ്ട്, 25 100. ഓക്കെ, ഇപ്പോൾ 25 വേണം. അപ്പോൾ ഇതുമല്ല ഓപ്ഷൻ സി. ഞാൻ എങ്ങനെയാണെന്ന് പറയാം കേട്ടോ, ഇതൊക്കെ എങ്ങനെയാണെന്ന് പറയാം. ഇനി ചെയ്യാനുള്ളത് എന്താ, ഇനി ചെയ്യാനുള്ളത് 2ന്റെ പവർ എത്ര നോക്കാം. 2ന്റെ പവർ ഇത് ഓൾറെഡി 120. ഇത് 8ന്റെ മൾട്ടിപ്പിൾ ആണ്. 8ന്റെ മൾട്ടിപ്പിൾ 2ന്റെ ക്യൂബ് 2�6. ഓക്കെ, 64ന്റെ മൾട്ടിപ്പിൾ ആണ് നോക്കാം. 64 6400, ബാക്കി 5120. ഇത് 64 ഗുണം എത്രയാണ്, 8 ആണ്. ഓക്കെ, അപ്പോൾ 67ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 2ന്റെ ആവശ്യമില്ല, ഓപ്ഷൻ സി എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. അപ്പോൾ ഇതെല്ലാം എന്താണ്, എൻ്റെ മൈൻഡിലാണ് നടന്നത്. ഇതാണ് എൻ്റെ അൾട്രാ സൊല്യൂഷൻ. എത്ര സെക്കൻഡ്, ഒരു 15 സെക്കൻഡ് കൊടുക്കാം. 15 സെക്കൻഡ് സൊല്യൂഷൻ, 15 സെക്കൻഡ് എടുക്കേണ്ട കാര്യമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ബേസിക് മെത്തേഡാണ് നിങ്ങളുടെ സൊല്യൂഷൻ. എല്ലാ CHSന്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. നമ്മുടെ ഈ ക്രാഷ് കോഴ്സിൽ മൊത്തം എടുത്തേക്കുന്നത് CHSന്റെ ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഡിഫറെന്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് അല്ല ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ബുക്കിലെ സൊല്യൂഷൻ ചെയ്യുന്നവരാണെങ്കിൽ എന്ത് ചെയ്യും, ഒരുപാട് സമയം എടുക്കും. ഇനി ഇതിന്റെ ബേസിക് മെത്തേഡ് ഞാൻ എന്താ അവിടെ ചെയ്തതെന്ന് പറയാം. ബേസിക് മെത്തേഡ് അല്ലെങ്കിൽ ഞാൻ ചെയ്തത് എന്താണ് ഞാൻ ചെയ്തതെന്ന് പറയാം. അപ്പോൾ ഇവിടെ ഒരു പെർഫെക്റ്റ് ക്യൂബ് ആവണം. പെർഫെക്റ്റ് ക്യൂബ് എന്താണെന്നൊക്കെ ആ ഒരു GDയുടെ ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ബേസിക് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ലേ,
കാണാൻ പറഞ്ഞത്, അത് കാണണം. അപ്പോൾ പെർഫെക്റ്റ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിവിടെ 1000 എന്ന് പറഞ്ഞാൽ എന്താണ്? പെർഫെക്റ്റ് ക്യൂബാണ്, അതായത് 10ന്റെ ക്യൂബാണ്. ഒരു സംഖ്യയെ 3 വട്ടം ഗുണിക്കുന്നതിനാണ് ക്യൂബ് എന്ന് പറയുന്നത്. അതൊക്കെ നിങ്ങൾ ബേസ് അറിയാതെ നിങ്ങൾ ക്രാഷ് കോഴ്സ് കണ്ടിട്ട് കാര്യമില്ല, ബേസിക് ക്ലാസ്സുകൾ ആദ്യം പോയി കാണാം. ഓക്കെ, അത് ഒന്നും അറിയാത്തവരാണെങ്കിൽ, ഫസ്റ്റ് ആയിട്ട് ഒന്നും മാത്സ് ഒന്നും അറിയില്ല എന്നുള്ളവരാണെങ്കിൽ, അറിയാവുന്ന ഒരുപാട് പേരുണ്ട്, എനിക്കറിയാം, ഒരുപാട് പേര് എന്നെ ഫോളോ ചെയ്യുന്നവരുണ്ട്, അറിയാം. അപ്പം അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, സെറ്റ് ആക്കാം. അല്ലാത്തൊരു ബേസിക് ക്ലാസ്സുകൾ മസ്റ്റ് ആയിട്ടും കാണണം. ബേസിക് ക്ലാസ് എവിടെയാണുള്ളത്? SSC GD പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. 2022 പ്ലേലിസ്റ്റിലെ മാത്സിന്റെ ക്ലാസ്സുകൾ എല്ലാം കാണും. അപ്പോൾ ബേസ് ആവും. ബേസ് ആയാൽ പിന്നെ നിങ്ങൾക്ക് എന്താവും, ഇതും കണ്ടാൽ മനസ്സിലാവും. ബേസില്ലാതെ നിങ്ങൾ എത്ര 2 മാസം ഉണ്ടെന്ന് പറഞ്ഞാലും 10 മാസം ഉണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല, 1 വർഷം ഉണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല, ഒരിക്കലും. ബേസില്ലാത്തതാണ് പ്രശ്നം. അപ്പോൾ 10ന്റെ ക്യൂബ്. അപ്പോൾ ഇവിടെ 69,120 എന്ന് പറയുന്ന നമ്പർ, ഇതിനെ എത്ര കൊണ്ട് ഗുണിക്കണം? കിട്ടുന്നത് ഒരു പെർഫെക്റ്റ് ക്യൂബ് ആയിരിക്കണം. അതായത് ഇങ്ങനെ പെർഫെക്റ്റ് ക്യൂബ് ആയിരിക്കണം. ഒരു നമ്പർ പെർഫെക്റ്റ് ക്യൂബ് ആവണമെങ്കിൽ എന്തായിരിക്കണം? ഇവിടെ ആ നമ്പർ 3 വട്ടം റിപ്പീറ്റ് ചെയ്യണം. ഇവിടെ 10, ഇവിടെ 0 എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? ഈ 0 എന്ന് പറഞ്ഞാൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 10 കൊണ്ട് മൾട്ടിപ്ലൈ എങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ക്യൂബ് ആവണമെങ്കിൽ എന്ത് വേണം? അതിനകത്ത് ഒരു 10 ഉണ്ടെങ്കിൽ 2 10 കൂടെ എന്ത് വേണം? വേണം. ഒരു നമ്പർ ഉണ്ടെങ്കിൽ ഇപ്പൊ 5 അവിടെ ഉണ്ടെങ്കിൽ 2 5 കൂടെ എന്ത് ചെയ്യണം? അവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവത്തുള്ളൂ? അത് പെർഫെക്റ്റ് ക്യൂബ് ആവത്തുള്ളൂ. റൂട്ട് എടുക്കുമ്പോൾ അതിനകത്ത് നമുക്ക് 5 ഇതിന്റെ ക്യൂബ് റൂട്ട് എന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ. അതൊക്കെ GDയുടെ ക്ലാസ്സിലെ ക്യൂബ് റൂട്ട് എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഓൾറെഡി ഒരു 0 ഉള്ളൂ. ഒരു 0 എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പെർഫെക്റ്റ് ക്യൂബിന്റെ, ഏതൊരു പെർഫെക്റ്റ് ക്യൂബിന്റെയും അവസാനം എത്ര 0 കാണും? ഒരു 0 ഉണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ക്യൂബ് അല്ല. എന്ത് വേണം? മിനിമം 3 0 വേണം. 3ന്റെ പേരാണ് 3 0, 6 0, 9 0, അങ്ങനെ 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നമ്പേഴ്സ് വേണം. 0 വരുവാണെങ്കിൽ അതാണ് ഫസ്റ്റിന്റെ കൺസെപ്റ്റ്. അപ്പൊ ഇവിടെ 0 ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് വേണം? നമുക്ക് 2 0 കൂടെ വേണം. അപ്പൊ 2 0 കൂടെ വേണമെന്ന് പറഞ്ഞാൽ 2 0 കൂടെ വേണമെന്ന് പറഞ്ഞാൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. 100 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഓൾറെഡി ഇതിനകത്തൊരു 0 ഉണ്ട്. ഈ 20 എന്ന് പറഞ്ഞാൽ എന്തിന്റെ മൾട്ടിപ്പിളാ? 4ന്റെ മൾട്ടിപ്പിളാ. 4ന്റെ മൾട്ടിപ്പിൾ ചെക്ക് ചെയ്യുന്ന, ഇൻഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്ന എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഓൾറെഡി ഇതിനകത്ത് 4 ഉണ്ട്. ഒരു 100 കൂടെ എന്ത് വേണം? 100 കൂടെ മൾട്ടിപ്ലൈ ആണ്. 100 കൂടെ മൾട്ടിപ്ലൈ ചെയ്താലേ എന്ത് വരത്തുള്ളൂ? 2 0 ഇവിടെ വരത്തുള്ളൂ. അപ്പൊ 100 കൂടെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു 100 എന്ന് പറഞ്ഞാൽ എന്താ? 4 × 25. 4 × 25. ഓൾറെഡി 4 ഇതിനകത്തുണ്ട്. ഈ 20-നകത്ത് എന്തുണ്ട്? 4 ഉണ്ട്. എന്ന് വെച്ചാൽ 2ഉം 2ഉം ഉണ്ട്. ഒരു 0 12-നകത്ത് 0 മാറ്റി നിർത്തിയാലും ബാക്കി 12 ഉള്ളത്. 6912 ഉള്ളത്. 6912 എന്തുണ്ട്? 4 ഉണ്ട്. ഓക്കെ, അതൊക്കെ ആ ഡിവിസിബിലിറ്റി ക്ലാസ് കാണണം കേട്ടോ. ലാസ്റ്റ് 2 ഡിജിറ്റ് 4ന്റെ മൾട്ടിപ്ലൈ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് മതി? എക്സ്ട്രാ 25 കൂടെ വേണം. 25 വന്നാലേ എന്താവത്തുള്ളൂ? ഇവിടെ 100 ആവത്തുള്ളൂ. ഈ 10 കൊണ്ട് 5 കൊണ്ട് ഗുണിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ഓപ്ഷൻ എയും ഡിയും എന്ത് ചെയ്തു? എലിമിനേറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ ഓപ്ഷൻ എലിമിനേഷൻ. കുറച്ച് പേർക്ക് ഇതൊരു ഡാർക്കായിട്ട് തോന്നും, പക്ഷേ ഇതിന്റെ ഒരു ഇത് ചെയ്യണമെങ്കിൽ ഇത് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഇവിടെ നിന്ന് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇങ്ങനെ ഫാക്ടറൈസ് ഒക്കെ ചെയ്യേണ്ടി വരും. 6900 ഇത് ബാക്കിയുള്ളവർ ചെയ്യുന്ന അങ്ങനെ ആയിരിക്കും. ഇത് 4 കൊണ്ട് മാറ്റി 4ന്റെ ക്യൂബ് അങ്ങനെ ചെയ്യാനും പറ്റും. വേറെ വഴി ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതൊരു കിട്ടുന്ന മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കുക. 25 വേണം. പിന്നെ വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ 25 എവിടെയൊക്കെ ഉണ്ട്? ഈ 50-ൽ 25 ഉണ്ട്, 25-ൽ 25 ഉണ്ട്. നമുക്ക് ഏതാണ് ആൻസർ നോക്കാം. ഏതാണ് നമ്മുടെ ആൻസർ നോക്കാം. അതെങ്ങനെയാണ് നോക്കുന്നത്? ക്യൂബ് വേണമെങ്കിൽ എന്ത് വേണം? ഇനി ബാക്കിയുള്ളത് 6 9 1 2 6900 ഇത്രയാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഓൾറെഡി 2 0 മൾട്ടിപ്ലൈ വേണ്ടി 25 ചെയ്തു. അപ്പൊ ഇതിനകത്ത് വേറെ ആരുടെ ക്യൂബ് കിടപ്പുണ്ട്? ഇപ്പൊ 2ന്റെ ക്യൂബ് 25, ഈ 50 എന്ന് പറഞ്ഞാൽ എന്താ? 25 × 2. ഒരു എക്സ്ട്രാ 2 വന്നു. ഇപ്പൊ ഈ എക്സ്ട്രാ 2 വന്നു കഴിഞ്ഞാൽ ഈ 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വാല്യൂ ആണോ? 2 ക്യൂബ് 2�6 2�9 അങ്ങനെ ആണെങ്കിൽ 2 കൂടെ വന്നു കഴിഞ്ഞാൽ അതായി കഴിഞ്ഞാൽ എന്താവും? അത് പെർഫെക്റ്റ് ക്യൂബ് ആവും. അല്ലെങ്കിൽ ഇതായിരിക്കും ആൻസർ. ഇപ്പൊ 6920 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് നോക്കാം? 2⁻²ന്റെ ക്യൂബ്, അതായത് 8ന്റെ മൾട്ടിപ്പിൾ ആണോ? അതെ, ലാസ്റ്റ് 3 ഡിജിറ്റ് 8ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് 8ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇത് 8ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി അടുത്ത ഏതുണ്ട് മൾട്ടിപ്പിൾ? 2�6 എന്ന് പറഞ്ഞാൽ 64 ആണ്. 64ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കണം. 64ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യുന്നത്? 64 3 0 ആയിരുന്നെങ്കിൽ 64ന്റെ മൾട്ടിപ്പിൾ ആണ്. ബാക്കി എത്ര ഉണ്ട്? 5120 ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ അതും എന്താണ്? 64ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പം ഈ നമ്പർ മൊത്തത്തിൽ എന്താണ് എന്ന് വെച്ചാൽ 64 × 8 ആണ് കേട്ടോ, 5120. അതൊക്കെ കാൽക്കുലേഷൻ സ്പീഡ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. കാൽക്കുലേഷൻ ചെയ്യാൻ ഡെയിലി ചെയ്താൽ മതി. നോക്കിയാൽ മതി. 64 × 8 ആണ് 480 32. അപ്പോൾ ഈ നമ്പർ എന്താണ്? 2�6ന്റെ മൾട്ടിപ്പിൾ ആണ്. അതായത് ഈ നമ്പറിൽ എന്തുണ്ട്? 2�6 ഓൾറെഡി ഉണ്ട്. 2�6 ഓൾറെഡി ഉണ്ട്. അതിനർത്ഥം എന്താ? വേറെ ഒരു 2ന്റെ ആവശ്യമില്ല. ഒരു 2 കൂടെ വന്നാൽ എന്താവും? അത് 2�7 ആവും. അപ്പോൾ നമ്മുടെ ക്യൂബ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? 3ന്റെ 2 × 2 × 2 ഇങ്ങനെ 3 2 ആകുമ്പോൾ ഒരു ക്യൂബ് റൂട്ടായി. 2 × 2 × 2 ആകുമ്പോൾ അടുത്ത ക്യൂബ് റൂട്ടായി. ഇത് 64ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ പിന്നെ എന്ത് വേണ്ട? ഇതിനകത്ത് ഒരു 2ന്റെയും കൂടെ ആവശ്യമില്ല. ഓക്കെ, 6920. അപ്പോൾ നമുക്ക് ഈ 2 വേണ്ട, നമുക്ക് എന്ത് മതി? ഒരു 25 മാത്രം മതി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? അത്രയും സ്പീഡ് ചെയ്യണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ എന്ത് വന്നു? നമുക്ക് ചെയ്യേണ്ടി വന്നു. ഇനി ഇത് അല്ലാതെ ചെയ്യുന്ന ആൾക്കാർ അല്ലാതെ ചെയ്യുന്ന വഴിയുണ്ട്. ഇതൊന്നും മനസ്സിലായില്ല, ചെയ്തേ പറ്റൂ എന്നുള്ളവർ എന്ത് ചെയ്യണം? ഇതിനെ ഫാക്ടറൈസ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാം? ഇതിനകത്തുള്ളത് നമുക്ക് 64ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 64 ഇൻറ്റു എത്ര വരും? 67 ഇൻറ്റു 69-നകത്ത് 67 ഒരു വട്ടം. എങ്ങനെയാണ് ഡിവിഷൻ ചെയ്യുന്നത് എല്ലാം ഞാൻ ആ ഒരു CHSLന്റെ ക്ലാസ് കാണാൻ പറഞ്ഞു. അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ ടു CHSL 2023 ക്ലാസ് കണ്ടാൽ എങ്ങനെ ഡിവൈഡ് ചെയ്യാം,
ജസ്റ്റ് സെർച്ച് ചെയ്യുക ഇൻട്രൊഡക്ഷൻ, അല്ലെങ്കിൽ ഡീറ്റെയിൽസ് സം ദിശ അക്കാഡമി സെർച്ച് ചെയ്യുക, ആ ക്ലാസ് കാണാം. അപ്പോൾ അതൊക്കെ കാണുന്നവർക്ക് മാത്രമേ എന്താകത്തുള്ളൂ, അല്ലാത്തവർക്ക് കമന്റിൽ വന്നിട്ട് ഇത് മനസ്സിലായില്ല എന്ന് പറയാൻ ഒരു അവകാശമില്ല. അത് കണ്ടിട്ട് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയാവുന്നതാണ്. ഇൻട്രൊഡക്ഷൻ ഡീറ്റെയിൽസ് സം ദിശ അക്കാഡമി എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, എങ്ങനെ ഡിവിഷൻ ചെയ്യണം, എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം, അതെല്ലാം പറയുന്നുണ്ട് ഒറ്റ സ്റ്റെപ്പിൽ. 67 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബാക്കി 5, 51 67 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, ഒരു വട്ടം പോയി ബാക്കി 5, 51 64 പിന്നെ 0, ഓക്കെ 51 0, 512 64 8, 1080. ഓക്കെ 64 എന്ന് പറഞ്ഞാൽ എന്താണ്, 4ന്റെ ക്യൂബ ഇൻറ്റു 1080 എന്ന് പറഞ്ഞാൽ എന്താ, 1080 എന്ന് പറഞ്ഞാൽ 36 ഗുണം 3 ഓക്കെ 108 എന്ന് പറയുമ്പോൾ 36 ഉണ്ട് ഗുണം 36 ഗുണം 3, 36 ഗുണം 30 ഓക്കെ 36 ഗുണം 30 36 ഗുണം 30 പിന്നെ ചെയ്യേണ്ടത് 4ന്റെ ക്യൂബ്. ഇതിനകത്ത് എന്തുണ്ട്, ക്യൂബ് ഉണ്ടോ, 36 ഇതിനകത്ത് ഒരു 6 ഉണ്ട് കണ്ടോ, ഇതിനകത്ത് ഒരു 30 എന്ന് പറഞ്ഞാൽ 6 ഗുണം 5 അപ്പോൾ 4ന്റെ ക്യൂബ് ഇൻറ്റു 36 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 6ന്റെ ക്യൂബാണ് 216 ഇൻറ്റു ഇത് നമ്പേഴ്സ് അറിഞ്ഞെങ്കിലേ പറ്റും. ഓക്കെ ഇൻറ്റു 5 എന്ന് വരും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, 4ന്റെ ക്യൂബ് ഇൻറ്റു 6ന്റെ ക്യൂബ് ഇൻറ്റു 5 എന്ന് കിട്ടി. അപ്പോൾ ഇതിനെ പെർഫെക്റ്റ് ക്യൂബ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, നമുക്ക് 4ന്റെ ക്യൂബ് ഉണ്ട് 6ന്റെ ക്യൂബ് ഉണ്ട്, പുറത്തെടുക്കുമ്പോൾ നമുക്ക് 4 ഇൻറ്റു 6 എന്ന് കിട്ടും. അതായത് ക്യൂബ് റൂട്ട് 3 വട്ടം മൾട്ടിപ്ലൈ ചെയ്തു ഒരേ നമ്പർ, അതായത് 24നെ 3 വട്ടം മൾട്ടിപ്ലൈ ചെയ്തു. ഇനി 5 മാത്രമേ ഉള്ളൂ, നമുക്ക് എന്ത് വേണം, ഒരു 5ന്റെ സ്ക്വയർ റൂട്ട് ഉണ്ടെങ്കിൽ എന്താവത്തുള്ളൂ, ഇത് 5ന്റെ ആ ഒരു പെർഫെക്റ്റ് ക്യൂബ് ആകത്തുള്ളൂ, എല്ലാ നമ്പറിന്റെ ക്യൂബ് ആകത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ 5ന്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യത്തെ മെത്തേഡ് മനസ്സിലാവാത്തവർക്ക് എന്ത് ചെയ്യാം, ഈ മെത്തേഡ് ഉപയോഗിക്കാം. ഇതാണ് ഇതിന്റെ ഒറിജിനൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ ഇപ്പോൾ 2 രീതിയിലും ചെയ്യാം. ഞാൻ എന്ത് ചെയ്തു, നിങ്ങൾക്ക് എക്സാമിന്റെ സൊല്യൂഷൻ പറഞ്ഞു. ഓക്കെ ഇനി ബാക്കിയുള്ള ക്വസ്റ്റൻസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, വേഗം ചെയ്യാം. ഫൈൻഡ് ദ കോമൺ ഫാക്ടർ ഓഫ് ഇത് കാണുമ്പോൾ തന്നെ 37 43 + 37. അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ കഴിഞ്ഞു. ഇത് പഠിക്കേണ്ട കാര്യം എന്താണ്, a⁻n + b⁻n. n ഓടാണെങ്കിൽ എന്തിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, a + b ഡിവിസിബിൾ ആയിരിക്കും. ഇവിടെ a⁻n + b⁻n, n എന്ന് പറഞ്ഞാൽ എന്താണ്, ഓടാണ്. ഇവിടെ a⁻n + b⁻n, n എന്ന് പറഞ്ഞാൽ എന്താണ്, ഓടാണ്. അപ്പോൾ ഓഡ് നമ്പർ ആണ് നമ്മുടെ പവർ ആയിട്ട് വരുന്നതെങ്കിൽ a⁻n + b⁻n പവർ ഓടാണെങ്കിൽ ആ നമ്പർ എന്തിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, ഡിവിസിബിൾ ബൈ a + b. ഈ ഒരു കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ഓപ്ഷൻ ബി നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ എളുപ്പ ക്വസ്റ്റ്യൻ, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ ട്രൂ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു റൂട്ട് ടൈം ഇങ്ങനെ ഗ്രേറ്റർ ആണ് ഇങ്ങനെ കിടക്കുവാണെങ്കിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്താൽ ഈ ക്വസ്റ്റിന് ജസ്റ്റ് ഒന്ന് സ്ക്വയർ ചെയ്താൽ മതി, അപ്പുറത്തും ഇപ്പുറത്തും സ്ക്വയർ ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ഇതിനകത്ത് സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും, 2ന്റെ സ്ക്വയർ 4, √3യുടെ സ്ക്വയർ 3. അപ്പോൾ 12 ഗ്രേറ്റർ ദാൻ ഞാൻ ചെയ്യുന്ന ഫസ്റ്റ് സൊല്യൂഷൻ വേണമല്ലോ. 12 എന്ത് ചെയ്യും, ഇത് മനസ്സിൽ ചെയ്യും, അത്രേ ഉള്ളൂ. 12 18 12 ഗ്രേറ്റർ ദാൻ 18 ആണോ, അല്ല. 32 ഗ്രേറ്റർ ദാൻ 32 ഗ്രേറ്റർ ദാൻ 32 ആണോ, അല്ല. ഓപ്ഷൻ സി എന്ത് ചെയ്യും, മാർക്ക് ചെയ്യും. ഇനി രണ്ടാമത്തെ ബേസിക് മെത്തേഡ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യും, ഇതെടുത്ത് എഴുതും, അതായിരിക്കും വ്യത്യാസം. ഡെയിലി എക്സസൈസ് ചെയ്യുന്ന മാത്സ് എക്സസൈസ് ചെയ്യുന്നവർക്ക് മൈൻഡിൽ ചെയ്യാം, പെൻ ഫ്രീ ആയിട്ട് ചെയ്യാം, അല്ലാത്തവർ എന്ത് ചെയ്യും. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ സൊല്യൂഷനിലോട്ട് എത്താൻ വേണ്ടിയായിരിക്കണം എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നാൾ നിങ്ങൾ വിജയിക്കും, എക്സാമിനാവാം. അത് നിങ്ങളുടെ പ്രാക്ടീസ് പോലെ ഇരിക്കും. ഓക്കെ സ്ക്വയർ എടുക്കുമ്പോൾ 2ന്റെ സ്ക്വയർ, ഇനി എന്ത് ചെയ്യണം, ഇതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ ഇവന്റെ സ്ക്വയർ എടുക്കണം. ബേസ് അറിയാത്തവർ ഞാൻ ഇപ്പോഴും പറയുന്നു, SSC GD ഞാൻ ഈ ക്ലാസ്സിലേ പറയത്തുള്ളൂ. SSC GD 2022 എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് പോയി കാണുക. ബേസ് ഇല്ലാത്തവർ, ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലാവുന്നില്ല എന്നുള്ളവർ അത് പോയി കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക, പറയാം. അല്ലാതെ സ്പീഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കമന്റ് ഇട്ടാൽ എന്ത് ചെയ്യും, ബാക്കിയുള്ളവർ പഠിച്ചു പോകും. നിങ്ങൾ കമന്റ് ഇട്ട് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അത് ശ്രദ്ധിക്കുക, നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എന്ത് ചെയ്യുക, ആ ക്ലാസ്സിൽ പോയി കാണും. പിന്നെ സ്ക്വയർ വരുമ്പോൾ 2ന്റെ സ്ക്വയർ 4, 4ന്റെ സ്ക്വയർ 3, √3 സ്ക്വയർ 3, 4 3 12 ഗ്രേറ്റർ ദാൻ 3ന്റെ സ്ക്വയർ 9, √2ന്റെ സ്ക്വയർ 2, 18 അല്ല, ഇതല്ല, എന്തല്ല, കറക്റ്റ് അല്ല. ഇതിന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ 4ന്റെ സ്ക്വയർ 16, √2ന്റെ സ്ക്വയർ 2, 16 32. ഇതൊന്നും വരും, 2ന്റെ സ്ക്വയർ 4, √8ന്റെ സ്ക്വയർ 8, 32 ഈക്വൽ ടു 32 ആണ്. ഇത് രണ്ടും അല്ല. ഓപ്ഷൻ സി നമുക്ക് എന്ത് ചെയ്യാം. അപ്പം ഇങ്ങനെ വരുവാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതേപോലെ സ്ക്വയർ ചെയ്താൽ മതി. അതൊരു പുതിയ അറിവായിരിക്കും. എന്ത് ചെയ്യണം, വേറെ ഒന്നും നിങ്ങൾ ആലോചിച്ച് ഇതാക്കണം. അറേഞ്ച് ദ ഫ്രാക്ഷൻസ് ഇൻ ദ അസെൻഡിങ് ഓർഡർ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇത് ഓപ്ഷൻ തരും. ഇത് ബൈ ഓപ്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ബൈ ഓപ്ഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്ഷൻ തരുമ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഞാൻ അത് ഒന്ന് പറയാം. ഓപ്ഷൻ വലിയ ഓപ്ഷൻ ആയതുകൊണ്ടാണ് ഞാൻ എടുക്കാഞ്ഞത്. ഓപ്ഷൻ നിങ്ങൾക്ക് ഓപ്ഷൻ ബി, ഓപ്ഷൻ എ വേറെ ആയിരിക്കും, ഓപ്ഷൻ ബി, സി, ഡി ഇങ്ങനെ കാണും. ഓപ്ഷൻ ബിയിൽ ഇങ്ങനെ ആയിരിക്കും കിടക്കുന്നത്, 3/8 ലെസ് ദാൻ 5/12. ഇത് ഓപ്ഷൻ വഴിയാണ് ചെയ്യേണ്ടത് കേട്ടോ, ബൈ ഓപ്ഷൻ ചെയ്യേണ്ട ക്വസ്റ്റൻ ആണ്. ഈ ക്വസ്റ്റൻ എന്ത് ചെയ്യണം, ബൈ ഓപ്ഷൻ തന്നെ ചെയ്യണം. ലെസ് ദാൻ 16/29 ലെസ് ദാൻ 3/4 ലെസ് ദാൻ 13/16 ഇങ്ങനെ ആയിരിക്കും. ഇതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ എങ്ങനെ ഓപ്ഷൻ വഴി ചെക്ക് ചെയ്യേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെ ക്രോസ് ചെയ്യണം. ഇതൊക്കെ ഞാൻ ആ ഒരു GD ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്പർ സിസ്റ്റത്തിന്റെ ആ ഒരു ആദ്യത്തെ 4-5 ക്ലാസ്സിൽ ഇത് ഫുള്ള് കാണണം.
ഓക്കെ, ഇങ്ങനെ ക്ലോസ് ചെയ്യണം ഇതിന്റെ ഡീറ്റെയിൽ വഴി. ക്ലോസ് ചെയ്തിട്ട് 12 3 36, 8 5 40. അപ്പോൾ വലുതാണ് ഏതാണോ ഇങ്ങനെ ക്ലോസ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും തമ്മിൽ വലുത് ഏതാണോ വരുന്നത്, പ്രോഡക്റ്റ് വലുത് ഏതാണോ വരുന്നത് അതായിരിക്കും വലുത്. ഇവിടെ 40 വരുന്നത് വലുത്. അപ്പോൾ ഇത് തന്നെ കറക്റ്റ് ആണ്. അടുത്ത ഇത് 29 5 145, 12 × 16 എത്ര വരും? 160, ബാക്കി 192 വരും. അത് കാൽക്കുലേഷൻ സ്പീഡ് ഉണ്ടെങ്കിൽ വരും. ഡെയിലി മാത്സിന്റെ എക്സസൈസ് ചെയ്താലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് വേറെ ഒരു വഴിയില്ല. അപ്പോൾ ഇതാണ് വലുത് വരുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് വലുതാണ് എഴുതിയിരിക്കുന്നത്. ഇത് അതിനേക്കാൾ ചെറുത്, ഇത് അതിനേക്കാൾ വലുത്. ഇനി അടുത്തത് 3 × 16 എന്ന് പറഞ്ഞാൽ 64, 29 3 87, 87 ആണ് 64 വലുത്. അപ്പോൾ ഇത് എന്താണ്? കറക്റ്റ് ആണ്. 3/4 ആണ് 16/29 വലുത്. അടുത്ത 48 52, 52 വലുത് ഏതാണ്? ഇതാണ്. അപ്പൊ എന്താണ്? എല്ലാം കറക്റ്റ് ഓർഡറിലാണ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഓരോ ഓപ്ഷനും ചെക്ക് ചെയ്യണം. ഇപ്പൊ ചിലടത്ത് വെച്ച് എന്ത് ചെയ്യും? ഇത് തെറ്റും. ഇവിടെ 40 ചിലപ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കും കിടക്കുന്നത്. 5/12 <3/8 ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. അപ്പൊ 8 5 40, 12 3 36. അപ്പൊ എന്തായി? 40 36. അപ്പൊ ഇത് ചെറുതാണ് എന്നിട്ടും ഇത് വലുതാണെന്ന് പറഞ്ഞ് കാണിച്ചിരിക്കും. അപ്പൊ എന്താ? ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തു. അങ്ങനെ ഓപ്ഷൻ എലിമിനേഷൻ വഴിയായിരിക്കണം എന്ത് ചെയ്യുന്നത്? ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ്, അതുകൊണ്ട് ഡിഫറെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നത്. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ വരാം എന്നിട്ടുള്ളതാണ്. സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന്റെ വാല്യൂ മാത്രം ചെയ്ത് ഇതിന്റെ തരും. ഓക്കെ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. If 49 subtracted from the square of a number, then the result obtained is 576. What is the number? അപ്പൊ ഞാനിത് 49. ഓക്കെ, ഓപ്ഷൻ എന്ത് ചെയ്തു? എന്റെ സൊല്യൂഷൻ കഴിഞ്ഞു. എന്താ ചെയ്യുന്നത്? ഇനി ബേസിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞ ആൾക്കാർ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്തു? 576 49 കൂട്ടി 625 കിട്ടി. 40 കൂട്ടണം 616, 9 കൂട്ടണം 625, എന്തിന്റെ സ്ക്വയർ റൂട്ട് 25. അല്ലാത്തൊരു ബേസിക് ആയിട്ടുള്ള എന്ത് ചെയ്യും? സ്ക്വയർ നമ്പർ എക്സ് എന്ന് എടുക്കും. സ്ക്വയറിൽ നിന്നും 49 കുറയ്ക്കുമ്പോൾ 576 കിട്ടി. ഓക്കെ, ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന എന്ത് ചെയ്യും? നിങ്ങളുടെ സമയം പോത്തേ ഉള്ളൂ. x² = 576. ഇത് എഴുതുന്ന ആൾക്കാരുണ്ട്. പ്ലസ് 49 എന്നിട്ട് ഇത് 49 ഇങ്ങനെ എഴുതി 576 ഏതെങ്കിലും 49 കൂട്ടി 9 6 15 5 ഇഷ്ടം 1 7 4 11 12 ഇഷ്ടം 1 625 എഴുതി. അപ്പൊ x² = 625 എഴുതി. x എന്ന് പറഞ്ഞാൽ √625 എഴുതി. ഇത് എത്ര എഴുതുന്ന ആൾക്കാരുണ്ട്? ആൻസർ 25 എഴുതി. ഇത് നോക്കിയിട്ട് ഇവിടെ മാർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കി ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യന് ഇത്രയും കാര്യങ്ങൾ എഴുതി ഇത്രയും സമയം കളഞ്ഞ് നിങ്ങൾ ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും, ഉറപ്പാണ്. മാർക്ക് തെറ്റിക്കുന്നവരുടെ കാര്യമല്ല പറഞ്ഞത്, മാർക്ക് കിട്ടും ഉറപ്പാണ്. പക്ഷെ നിങ്ങൾക്ക് ആ കിട്ടിയ മാർക്ക് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കിയത് കൊണ്ട് നിങ്ങൾക്ക് വല്ല ഗുണം ഉണ്ടാവും? ഇല്ല. മെജോറിറ്റി ആൾക്കാരും ഇതായിരിക്കും ചെയ്യുന്നത്. അപ്പം മെജോറിറ്റിയിൽ നിന്നും നിങ്ങൾ മാറി നിങ്ങളുടെ സൊല്യൂഷൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ജോലി കിട്ടത്തുള്ളൂ. സിമ്പിൾ ഫണ്ടാണ്, എല്ലാം അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്യുക? നിങ്ങൾ നോക്കുക. അതാണ്, അതിനുവേണ്ടിയാണ് എൻ്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഞാൻ തരുന്നത്. മാത്സിന്റെ ക്ലാസ്സിൽ എൻ്റെ ഓരോ ക്വസ്റ്റ്യൻ സൊല്യൂഷൻ ചെയ്താലും നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓരോ ക്വസ്റ്റ്യനും ഓരോ ചെറിയ കാര്യങ്ങൾ വരെ നമ്മൾ എന്ത് ചെയ്യണം? അത് നോക്കണം. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നിങ്ങൾ പഠിക്കണം. അങ്ങനെ ആയിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതെന്ത് ചെയ്യാം? ഇത് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. സ്ക്വയർ റൂട്ട് ഓഫ് 625 എന്ന് പറഞ്ഞാൽ എന്താണ്? 25. ഓക്കെ, സിമ്പിൾ ആയിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. പെൻ എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ യൂണിറ്റ് പ്ലേസ്. ഇത് കാണുമ്പോൾ തന്നെ 6 ഓക്കെ 6 4 10 0 ഓപ്ഷൻ എ എന്ത് ചെയ്ത് മാർക്ക്. അപ്പൊ യൂണിറ്റിന്റെ കൺസെപ്റ്റ് അറിയാവുന്നവർക്ക് എന്താണ്? ഒന്നുമില്ല, ചെയ്യാം. അപ്പൊ ഈ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇനി ഞാൻ ബേസിക് മെത്തേഡ് പറയാം കേട്ടോ. ബേസിക് മെത്തേഡ് എന്താ? നമ്മൾ യൂണിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ പവറിനെ, ഞാൻ ഒരുപാട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്, പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തതിനു ശേഷം റിമൈൻഡർ വരുമല്ലോ. റിമൈൻഡർ 1 വരുവാണെങ്കിൽ നമ്മുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാ? ഏറ്റവും ലാസ്റ്റ് ഉള്ള ഇവിടെ 4 ബേസ് ഡിജിറ്റിന്റെ പവർ 1 ആയിരിക്കും യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി റിമൈൻഡർ 2 ആണെങ്കിലോ, യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ബേസ് ഡിജിറ്റിന്റെ പവർ 2 ആണ്. അതായത് ഇവിടെ റിമൈൻഡർ 1 വന്നെങ്കിൽ നമ്മുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബേസ് ഡിജിറ്റ് 4 ആണ്, 4ന്റെ പവർ 1. ഇനി റിമൈൻഡർ 2 ആണെങ്കിൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബേസ് ഡിജിറ്റ് 4, 4ന്റെ സ്ക്വയർ, അത് 16ന്റെ യൂണിറ്റ് 6 ആയിരിക്കും. റിമൈൻഡർ 3 ആണെങ്കിൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബേസ് ഡിജിറ്റിന്റെ ക്യൂബ് ആയി. എന്താണോ റിമൈൻഡർ അത് കൊടുക്കുക. ഇവിടെ പ്രശ്നം വരുന്നത്, ചേഞ്ച് വരുന്നത് റിമൈൻഡർ 0 വരുമ്പോഴാണ്. അതായത് 4 കൊണ്ട് പവറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരുമ്പോഴാണ്. ആ കേസിൽ എന്തായിരിക്കും വരുന്നത്? ബേസ് ഡിജിറ്റ് 1 3 7 9 ആണെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 ആയിരിക്കും. ബേസ് ഡിജിറ്റ് 2 4 6 8 ആണെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 6 ആയിരിക്കും. ഇത് മാത്രം എന്ത് ചെയ്യുക? എക്സ്ട്രാ ആയിട്ട് പഠിക്കേണ്ടതാണ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ യൂണിറ്റ് ഡിജിറ്റിന്റെ ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യുക? ഇത് അപ്ലൈ ചെയ്ത് നോക്കുക. ഈ ഒരു കൺസെപ്റ്റ്. ഓക്കെ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് ഈ ഒരു കൺസെപ്റ്റ് പറയുന്നില്ല. ഒരു കൺസെപ്റ്റ് എന്ത് ചെയ്യുക? ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? ഇങ്ങനെ യൂണിറ്റ് ഡിജിറ്റ് ചോദിക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 102ന്റെ പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും.
4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 100 വരെ പോകും, ശിഷ്ടം 2 ആണ്. ലാസ്റ്റ് 2 ഡിജിറ്റിനെ മാത്രം ഡിവൈഡ് ചെയ്താൽ 0 അല്ലെങ്കിൽ 4 മൾട്ടിപ്പിൾ ആയിരുന്നു, ശിഷ്ടം എത്ര വന്നു, റിമൈൻഡർ 2 വന്നു. അപ്പോൾ റിമൈൻഡർ 2 വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, നമ്മുടെ ബേസ് ഡിജിറ്റ് ഏതാണ് 4. അപ്പം 4ന്റെ സ്ക്വയർ അധികം. ഇനി ഇവിടെ ഏതാ 3 ഉണ്ട്, 103നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര റിമൈൻഡർ, 3 ആണ് റിമൈൻഡർ. 100 വരെ പോകും, ബാക്കി 3 വരും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ബേസ് ഡിജിറ്റായ 4ന്റെ. ഇപ്പോൾ സ്പീഡ് തോന്നുന്ന ആൾക്കാർ കാണും, എനിക്കറിയാം സ്പീഡ് തോന്നുന്ന ആൾക്കാർ കാണും, പുതുതായിട്ട് പഠിക്കുന്നവർ കാണും. അപ്പോൾ അവർ ദയവായിട്ട് ആ ഒരു GD ക്ലാസ് വൃത്തിയായിട്ട് കാണുക, GD ക്ലാസ് വൃത്തിയായിട്ട് കണ്ട് ബേസ് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നും എന്തായിരിക്കും, പാട് തന്നെ ആയിരിക്കും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നിങ്ങൾ പിന്നെ പോയി പഠിക്കുന്ന സൊല്യൂഷൻ എന്തായിരിക്കും, ഇതായിരിക്കും പഠിക്കുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുന്ന ഒരാളും മറ്റേ രീതിയിൽ ചെയ്യുന്ന ഒരാളും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് എന്നെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്യാൻ പറ്റും. പ്രയാസമാണ്, തല ചിന്തിക്കേണ്ട. അല്ലെങ്കിൽ എൻ്റെ ക്ലാസ് ഇരിക്കുമ്പോൾ എന്ത് ചെയ്യണം, ഫുൾ ടൈം തല വർക്ക് ചെയ്യണം. അതുകൊണ്ടായിരിക്കും കൂടുതൽ വ്യൂസും കിട്ടാതെ, എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും നമ്മുടെ മെത്തേഡ് മാറ്റത്തില്ല. നിങ്ങൾക്ക് ഗുണം ഉണ്ടാവുന്ന മെത്തേഡ് മാത്രമേ, ബേസിക് മെത്തേഡിൽ മാത്രം ഞാൻ പഠിപ്പിക്കില്ല, അത് ഞാൻ ഉറപ്പ് തരാം. ഇതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ബേസിക് മെത്തേഡും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. 4 സ്ക്വയർ ഇപ്പം റിമൈൻഡർ 3 വരും. ഇപ്പം ബേസ് റേറ്റിന്റെ ആ റിമൈൻഡർ 4ന്റെ ക്യൂബ് എത്ര, 3 വരുന്നെങ്കിൽ 3 കൊടുക്കാം, 1 വരുന്നെങ്കിൽ 1 കൊടുക്കാം. 0 വരുമെങ്കിൽ മാത്രം എന്ത് ചെയ്യണം, ബേസ് റേറ്റിനെ നോക്കണം. 2, 4, 6, 8 ആണെങ്കിൽ യൂണിറ്റ് ഫിക്സ്ഡ് ആണ്. 1, 3, 7, 9 ആണെങ്കിൽ യൂണിറ്റ് എന്താണ് ഫിക്സ് ആണ്. 5 യൂണിറ്റ് ആണെങ്കിൽ ഏതിന്റെ പവറിന്റെ, ബേസ് റേറ്റ് 5 ആണെങ്കിൽ യൂണിറ്റ് എന്ത് തന്നെ ആയിരിക്കും, 5 തന്നെ ആയിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് യൂണിറ്റിന്റെ ക്ലാസ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യും. 4ന്റെ ക്യൂബ്, 4 സ്കോർ എന്ന് പറഞ്ഞാൽ ഈ 16 ആണ്, 16ന്റെ യൂണിറ്റ് 6 ആണ്. 4ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 64 ആണ്, 64ന്റെ യൂണിറ്റ് 4 ആണ്. ജസ്റ്റ് എന്ത് ചെയ്യണം, 16 ഒന്നും വരുന്നുണ്ട്, യൂണിറ്റ് മാത്രം എഴുതിയാൽ മതി കേട്ടോ. 6 4 കൂട്ടുമ്പോൾ എന്ത് വരും, 10 വരും, 0 വരും. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അവസാനത്തെ ഡിജിറ്റ്, അവസാനത്തെ സ്ഥാനത്തെ അക്കം. അപ്പൊ നമുക്ക് എത്ര വരും, 0 എന്ന് ആൻസർ കിട്ടും. ഇത് ഇത്രയും എഴുതി ചെയ്യാം, അല്ലാതെ പേന എടുക്കാൻ ചെയ്യും. പിന്നെ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, പേന എടുക്കാതെ. എല്ലാ ക്വസ്റ്റിനും പെൻ ഫ്രീ ആണ്, പക്ഷെ അത് നിങ്ങൾ എങ്ങനെ പഠിച്ചു, നിങ്ങൾക്ക് ഈ ബേസിക് കാര്യങ്ങൾ അറിയാമോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫൗണ്ടേഷൻ ബാച്ച് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് നിങ്ങൾ ഫൗണ്ടേഷൻ പഠിക്കേണ്ടത്, അല്ലാതെ വേറെ എവിടെയും പോയല്ല പഠിക്കും. ഓക്കെ, വേറെ ഒരു രീതിയിലും അല്ല പഠിക്കേണ്ടത്. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഔട്ട് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് സെക്കൻഡ് ഈസ് ട്വൈസ് ദ ഫസ്റ്റ് ആൻഡ് ഓൾസോ ട്വൈസ് ദ തേർഡ്. 3 പേരുണ്ട്, സെക്കൻഡ് ഈസ് ട്വൈസ് ഓഫ് ദ ഫസ്റ്റ്, അതിന്റെ സം വന്നിട്ടുണ്ട് ലാർജസ്റ്റ് നമ്പർ. ഇത് ഞാൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത് രണ്ടിനും സെയിം വഴിയുള്ളൂ. സെക്കൻഡ് ഈസ് ത്രൈസ് ദ ഫസ്റ്റ് ആൻഡ് ഓൾസോ ട്വൈസ് ദ സെക്കൻഡ്. അപ്പോൾ തേർഡിന്റെ ഇരട്ടിയാണ് സെക്കൻഡ്. ത്രൈസ് ഓഫ് ദ ഫസ്റ്റ്, അപ്പൊ ത്രൈസ് ഓഫ് ദ ഫസ്റ്റിന്റെ 3 ഇരട്ടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഓക്കെ അത് വേണ്ട. അപ്പൊ ആ നമ്പേഴ്സിന്റെ റേഷ്യോ നമുക്ക് എങ്ങനെ എഴുതാം, നമുക്ക് നമ്പേഴ്സിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഈസ് ത്രൈസ് ദ ഫസ്റ്റ് ആൻഡ് ഓൾസോ ട്വൈസ് ദ തേർഡ്. ഓക്കെ, അപ്പം 2ന്റെ മൾട്ടിപ്പിൾ ആണ്, 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അങ്ങനെയുള്ള നമ്പർ ഇത് 6. അങ്ങനെ എടുത്തു. ഫസ്റ്റിന്റെ ത്രൈസ് ആണ്, സെക്കൻഡിന്റെ ട്വൈസ് ആണ്. ഓക്കെ, 3. ഓക്കെ, ഇപ്പൊ 2, 6, 3 എടുത്തു. ഇതാണ് നമ്പേഴ്സിന്റെ റേഷ്യോ. നമ്മൾ നമ്പേഴ്സിന്റെ റേഷ്യോ എടുത്തു. ഇങ്ങനെ നമ്പേഴ്സിന്റെ റേഷ്യോ ഞാൻ എടുത്തത്, സെക്കൻഡ് രണ്ടാമത്തെ നമ്പർ ത്രൈസ് ദ ഫസ്റ്റ്, ഒന്നാമത്തെ 3 മടങ്ങാണ്. അതേപോലെ മൂന്നാമത്തെ 2 മടങ്ങാണ്. അതായത് ഈ നമ്പർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് നമ്പർ 3ന്റെയും 2ന്റെയും എന്താണ് മൾട്ടിപ്പിൾ ആണ്. ഞാൻ 6 എടുത്തു. അപ്പൊ 6 എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് നമ്പർ എന്ത് വരും, സെക്കൻഡ് നമ്പർ ത്രൈസ് ദ ഫസ്റ്റ് ആണ്. ഫസ്റ്റിന്റെ 3 മടങ്ങാണ് 6. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കണം, എത്രയോ സ്ഥാനത്തിന്റെ 3 മടങ്ങാണ് 6 എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കണം, 2ന്റെ 3 മടങ്ങാണ് 6. സെക്കൻഡ് നമ്പർ, അല്ലെങ്കിൽ ഓരോന്നായിട്ട് റേഷ്യോ എടുത്ത് കമ്പൈൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അത് നമുക്ക് റേഷ്യോ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. റേഷ്യോ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്, GDയുടെ ആ പ്ലേലിസ്റ്റിൽ റേഷ്യോ ക്ലാസ് ഉണ്ട്. ഇനി മൂന്നാമത്തെ നമ്പർ എന്തെടുക്കാം, ഇതിന്റെ ഇരട്ടിയാണ്, മൂന്നാമത്തെ ഇരട്ടിയാണ് രണ്ടാമത്തെ നമ്പർ. അപ്പോൾ 3 എടുത്താൽ 6 കിട്ടും. അപ്പോൾ എന്ത് കിട്ടി, ഇതിന്റെ റേഷ്യോ കിട്ടി. അതായത് ഫസ്റ്റ് നമ്പർ 2 യൂണിറ്റ് ആണെങ്കിൽ സെക്കൻഡ് നമ്പർ 6 യൂണിറ്റ്, തേർഡ് നമ്പർ 3 യൂണിറ്റ്. 3 കൂട്ടുമ്പോൾ എത്ര കിട്ടും, 8, 3, 11. നിങ്ങൾ എക്സ് ഒക്കെ ആയിട്ട് ചെയ്യുന്നവരുണ്ട്, ഞാൻ അതിൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോൾ 11 എക്സിന്റെ വാല്യൂ, അല്ലെങ്കിൽ 11ന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. റേഷ്യോയിലെ 11 ആണ് 55. നമുക്ക് എത്ര വാല്യൂ വേണം, വാട്ട് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 6 ആണ്, 6 യൂണിറ്റ് ആണ്. അത് 6ന്റെ വാല്യൂ വേണം. എത്ര കിട്ടും, 5 ഗുണം 6 30 എന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ സി നമുക്ക് കിട്ടും. നമുക്ക് 6ന്റെ മൾട്ടിപ്പിൾ ഏതുണ്ട്, 6ന്റെ മൾട്ടിപ്പിൾ അതിനകത്ത് 30 മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. 2, 6, 2:6:3 ഇതാണ് റേഷ്യോ. ഫസ്റ്റ് നമ്പർ 2 യൂണിറ്റ് ആണെങ്കിൽ സെക്കൻഡ് നമ്പർ 6 യൂണിറ്റും തേർഡ് നമ്പർ 3 യൂണിറ്റുമാണ്. അപ്പോൾ 6ന്റെ മൾട്ടിപ്പിൾ വരുന്ന ഓപ്ഷൻ ചെയ്തുകൊണ്ട് ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, റേഷ്യോയിലെ ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 2 numbers such that cube of first number exceeds the cube of the second number 61. റേഷ്യോ ഓഫ് നമ്പർ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ലാർജസ്റ്റ് നമ്പർ. അപ്പോൾ ഞാൻ ഇത് എന്ത് ചെയ്യാൻ പറ്റും, 5x 64, 61 എക്സിന് വാല്യൂ 61, എക്സിന് വാല്യൂ 1, 5, 4 ആണ് വലിയ നമ്പർ. എന്ത് കിട്ടും, ഓപ്ഷൻ സി. എൻ്റെ സൊല്യൂഷൻ കഴിഞ്ഞു. എത്ര സെക്കൻഡ്, 10 സെക്കൻഡ് ഒന്നും എടുക്കില്ല. എനിക്ക് തോന്നുന്നു 5 സെക്കൻഡ് ടു 7 സെക്കൻഡ്, 5 സെക്കൻഡ് സൊല്യൂഷൻ ആണ് ഇവിടെ എന്ത് ചെയ്തത് നിങ്ങൾ കണ്ടത്.
പിന്നെ ഇതിന്റെ ബേസിക് എങ്ങനെ ചെയ്യുന്നത്? ബേസിക് എന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ വഴിയൊന്നുമില്ല. നമ്പേഴ്സിനെ 5ഉം 4 എന്ന് പറഞ്ഞാൽ എന്താണ്? റേഷ്യോ ആണ്. 5x-ഉം 4x ആയിട്ട് എടുക്കുക. ഇതിന്റെ ക്യൂബ് ഓഫ് ദ ഫസ്റ്റ് നമ്പർ എക്സീഡ് ദ ക്യൂബ് ഓഫ് ദ സെക്കൻഡ് നമ്പർ. അതായത് 5x-ന്റെ ക്യൂബ് മൈനസ് 4x-ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്ര വന്നിരിക്കുന്നത്? 61 വന്നിരിക്കുന്നത്. ഇതെന്ത് ചെയ്യണം? ഇത് എഴുതി 5x-ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 125. 5ന്റെ ക്യൂബ് x-ന്റെ ക്യൂബ് 125x ക്യൂബ്. ഇങ്ങനെ എഴുതുന്ന ആൾക്കാരുണ്ട്. മൈനസ് 64x ക്യൂബ്. നമ്മൾ എഴുതിയ സൊല്യൂഷൻ കണ്ടോ? 61 125 മൈനസ് 64 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 61. ഇത്ര എക്സ് ക്യൂബിന്റെ വാല്യൂ വന്നിട്ടുണ്ട് 1. 61 വെട്ടിപ്പോയി. എക്സ് ക്യൂബിന്റെ വാല്യൂ 1. എക്സ് എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ നമ്മൾ നമ്പർ എന്ന് പറഞ്ഞാൽ 5x 4x ആയിരുന്നു. നമ്പേഴ്സ് എന്ത് കിട്ടി? 5 4 കിട്ടി. വലിയ നമ്പർ എന്താണ്? 4. അപ്പൊ ഇങ്ങനെ ബേസിക് മെത്തേഡ് എഴുതുന്നവർ എന്ത് ചെയ്യത്തുള്ളൂ? ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. എക്സാമിന് നിങ്ങൾക്ക് അവിടെ പോയി സമയത്ത് എഴുതി തീർക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ മെത്തേഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ സ്പീഡ് എന്തെങ്കിലും കുറയും, അല്ലെ? അതായത് സമയം കുറയും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. സമയം എടുത്തോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ എന്തായിക്കോളും? സെറ്റ് ആയിക്കോളും. 5 സെക്കൻഡ് എന്നുള്ളത് നിങ്ങൾക്ക് പക്ഷെ 15 സെക്കൻഡ് എടുക്കുമായിരിക്കും, കുഴപ്പമില്ല. പക്ഷെ ഇത്രയും സമയം നിങ്ങൾക്ക് ഒരിക്കലും എടുക്കുന്നില്ല. ബേസിക് അറിയണം, പക്ഷെ ചെയ്യുന്ന വഴി എന്തായിരിക്കണം? അതാണ് ക്രാഷ് കോഴ്സ്, അതാണ് പ്രാക്ടീസ് ബാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. കൺവേർട്ട് ഇതിന് ഇൻറ്റു വൾഗർ ഫ്രാക്ഷൻ. ഇത് ഞാൻ ചെയ്യുവാണെങ്കിൽ, നമ്പർ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ ക്വസ്റ്റിനും പെൻ എടുക്കാതെ ചെയ്യാൻ പറ്റും. മിക്കവാറും ക്വസ്റ്റൻസ് പെൻ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മിക്കവാറും ക്വസ്റ്റൻസ്, അതായത് ഒരു എക്സാമിന്റെ ഒരു 60 to 70%, 60% ക്വസ്റ്റൻസ് എന്തായിരിക്കും? ഇതേപോലത്തുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ കണ്ടോ, ഞാൻ പെൻ എടുക്കാതെ ചെയ്ത ക്വസ്റ്റ്യൻ ആൾക്കാരുടെ ലെവൽ അനുസരിച്ച് എന്ത് ചെയ്യും? അവർക്ക് പെൻ എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ എല്ലാ ക്വസ്റ്റിനും പെൻ എടുക്കാതെ എന്ന് പറഞ്ഞാൽ അതല്ല, പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നിങ്ങൾക്കത് നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രയാണോ, അത് എത്ര ഇന്റൻസീവ് ആയിട്ടാണോ, അല്ലെങ്കിൽ എത്ര കാര്യം പറഞ്ഞാണോ നിങ്ങളെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത്, അതനുസരിച്ച് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം എന്താക്കാൻ പറ്റും? പെൻ ഫ്രീ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിക്കേണ്ടത്. ഓക്കെ, 60% ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആയിരിക്കണം. അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്ന പറയാം? ഓക്കെ, 68 17 വരും, 25 1/4. ഓപ്ഷൻ ബി എന്ത് ചെയ്തു? ഞാൻ മാർക്ക് ചെയ്തു. കഴിഞ്ഞു, എന്റെ സൊല്യൂഷൻ കഴിഞ്ഞു. ഓപ്ഷൻ ബി എന്ത് ചെയ്തു? ഓപ്ഷൻ ബി മാർക്ക് ചെയ്തു. ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് കുറച്ച് പഠിച്ച ആൾക്കാർ കാണും. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണം. ഇത് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ എന്താ? 68.0068 വൾഗർ ഫ്രാക്ഷനിലോട്ടാക്കണം. 68 എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? 68 എന്ന് പറഞ്ഞാൽ 17 ഗുണം 4, 17ന്റെ മൾട്ടിപ്പിളാ. അപ്പൊ നമ്മുടെ ന്യൂമറേറ്ററിൽ എന്ത് കാണും? 17 കാണും. എയിലും ഡിയിലും എന്തില്ല? 17 ഇല്ല. ഇനി 68 എന്ന് പറഞ്ഞാൽ 17 ഗുണം 4. അപ്പൊ 4 വരണമെങ്കിൽ എന്ത് വരണം? 4 എന്ന് പറഞ്ഞാൽ 25%. അപ്പൊ 25% എന്ന് പറഞ്ഞാൽ എന്ത് വരണം? അടിയിൽ 25 വന്നേ പറ്റും. ആ 25% ആണ് എന്ത് വന്നത്? 25 × 4. 25% 1/25 എന്ന് പറഞ്ഞാൽ 4%. ആ 4% 4 മൾട്ടിപ്ലൈ ചെയ്തതിന് കാരണം എന്താണ്? ഈ 25 ആണ്. അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്തത്? ഞാനൊരു ഈ സൊല്യൂഷനിൽ എത്തിയത്. കുറച്ചൊരിക്കലും മനസ്സിലാവത്തില്ല. പെർസെന്റേജിന്റെ ബേസ് അറിഞ്ഞാൽ, പെർസെന്റേജ് നന്നായിട്ട് പഠിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിലുള്ള ബേസിക് മെത്തേഡ് എന്താ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് ബേസിക് മെത്തേഡുകൾ പറയുന്നത്. 0.0068 എന്ന് പറഞ്ഞാൽ എന്ത് പറയാം? 68/1 2 3 4 4 0 പോയിന്റ് കഴിഞ്ഞിട്ട് 4 0 0.0068 എന്ന് വരും. 4 വെച്ച് കിട്ടുമ്പോൾ എന്ത് വരും? 17. 4 വെച്ച് കിട്ടുമ്പോൾ 25 0 0 17/2000. പെൻ എടുക്കാൻ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു സ്റ്റെപ്പ് എഴുതിയും ചെയ്യാം. സ്റ്റെപ്പുകൾ കുറയ്ക്കുക. 1/25 എന്ന് പറഞ്ഞാൽ എന്താണ്? 4% അല്ലെങ്കിൽ 0.04 ആണ് കേട്ടോ. 1/25 വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 17 ഗുണം 4, അങ്ങനെയാണ് അവിടെ 68 വരുന്നത്. ഒരിക്കലും 5 വരുന്നത്. 17 5 85 വരുന്നത്. 0.85 ആണെങ്കിൽ നമുക്ക് ഇത് പറയാം. ഓക്കെ, അല്ല 85 അല്ല, 0.34 വന്നാണ്. 5000 വന്നതെന്ന് പറഞ്ഞാൽ എന്താ? 1/50 എന്ന് പറഞ്ഞാൽ 2%. 2 ആണ്. ഇപ്പൊ 17 34 ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറഞ്ഞാൽ ഇത് വന്നേ. അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കും, ആ ഒരു ഐഡിയ. ഹൗ മെനി 3 digit numbers are completely divided by 4? ഓക്കെ, ഹൗ മെനി 3 digit numbers are completely divided by 4? അപ്പൊ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഇതൊക്കെ ഒരുപാട് ബേസിക് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഫസ്റ്റ് ഞാൻ ഇത് ചെയ്യുന്ന വഴി നോക്ക്. 100 ആയിരിക്കും ആദ്യത്തെ നമ്പർ. 4 digit നമ്പർ, 3 digit നമ്പർ കംപ്ലീറ്റ്ലി ഡിവൈഡഡ് ബൈ 4 എന്ന് വെച്ചാൽ 25 ഗുണം 4 ആണ്. വലിയ 3 digit നമ്പർ മാക്സിമം നമ്പർ ഏതാ? 996 ആണ്. 4ന്റെ ലാസ്റ്റ് ഏറ്റവും വലിയ 3 digit നമ്പർ എന്ന് പറഞ്ഞാൽ 4 ഗുണം എത്രയാണ്? 4 ഗുണം 250 ആണ് നമ്മുടെ 1000. 4 ഗുണം അപ്പൊ 249 ആണ്. എത്ര നമ്പർ ഉണ്ടെന്ന് നോക്കിയാൽ ഇവിടുന്ന് ബാക്കിലോട്ട് എത്ര ഉണ്ട്? 4 ഗുണം 25 എവിടെ ഉണ്ട്? ബാക്കി 4 ഗുണം 24 നമ്പേഴ്സ് 4ന്റെ മൾട്ടിപ്പിൾ ഉണ്ട്. 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ 24 നമ്പേഴ്സ് 96 വരെ 24 നമ്പേഴ്സ് ഉണ്ട് 4ന്റെ മൾട്ടിപ്പിൾ. ടോട്ടൽ 996 വരെ 249 നമ്പേഴ്സ് ഉണ്ട്. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 249 എണ്ണത്തിൽ നിന്ന് 24 എണ്ണം കുറയ്ക്കുക. ഇത്ര എണ്ണത്തിന് വേണ്ട. എത്ര കിട്ടും? 225. ഓപ്ഷൻ എ എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റും. ഇതൊക്കെ എപ്പോഴാണ് നിങ്ങളുടെ നമ്പേഴ്സുമായിട്ടുള്ള ഇതെന്താണ്? നമ്മൾ നമ്പർ സിസ്റ്റം പഠിച്ച നമ്പേഴ്സിനെ പരിചയപ്പെടണം. അതിന് ഡെയിലി എന്ത് ചെയ്യുക? സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് വീഡിയോ
സീക്രട്ട് ഓഫ് സ്പീഡ് മാക്സ് വീഡിയോ കാണുക, എന്നിട്ട് എന്ത് ചെയ്യുക, അത് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് ഡെയിലി എഴുതുക. ഡെയിലി എഴുതിയാൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇതെന്താ നമ്മൾ കൺസെപ്റ്റ് ചെയ്തത്, 100 എന്ന് പറയുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഏറ്റവും ചെറിയ 3D നമ്പർ ഡിവിസിബിൾ ബൈ 4. 100 എന്ന് പറഞ്ഞാൽ 25 ഗുണം 4 ആണ്. അപ്പൊ 4നെ 25 വട്ടം ഗുണിച്ചാൽ 25ാമത്തെ 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുപോലെ 249ാമത്തെ 4ന്റെ മൾട്ടിപ്പിൾ ആണ് 996. നമുക്ക് ഇവിടെ 1 മുതൽ 249ാമത്തെ 4ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറയുന്നത് 996. നമുക്ക് 1 മുതൽ വേണോ? വേണ്ട. ഓൾറെഡി 25 മുതൽ മതി. 25 മുതൽ 249 വരെ എത്ര നമ്പർ ഉണ്ടെന്ന് നോക്കിയാലും മതി. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ നമ്മുടെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. 249 മൈനസ് 25, ലാസ്റ്റ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പറഞ്ഞാൽ 4 ആണ് പ്ലസ് 1. ഇങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് എന്ത് കിട്ടും? 225 ആൻസർ കിട്ടും. 249 മൈനസ് 25 എന്ന് പറയുമ്പോൾ 224 ആണ് ഡിവൈഡ് ബൈ 4 പ്ലസ് 1. ഇനി എത്രയാണ്? ബൈ 4 അല്ലല്ലോ, അല്ല ബൈ 1 ആണ് അല്ലേ? 225, 26, 27 അങ്ങനെ നമ്മൾ 4ന്റെ മൾട്ടിപ്പിൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് കിട്ടും? 225 നിന്ന് ഇവിടെയും കിട്ടും. ഇത് നിങ്ങൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു കൺസെപ്റ്റ് വെച്ച് ഈസി ആയിട്ട് ചെയ്യാം. 1 മുതൽ 24 വരെ 24 മൾട്ടിപ്പിൾ ഇവിടെ ഉണ്ട്. നമ്മൾ അതെടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇവിടെ തൊട്ട് മതി, ഇവിടെ തൊട്ട് മതി. 25 മുതൽ 249 വരെ എത്ര നമ്പർ ഉണ്ട്, എത്ര മൾട്ടിപ്പിൾ ഉണ്ട്, എന്ത് ചെയ്യാം? 249 മൈനസ് ഈ ബാക്കിലുള്ള 24 കുറച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ വെച്ചും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് നിങ്ങൾക്ക് പേന എടുക്കാതെ ചെയ്യാൻ പറ്റും. ക്വസ്റ്റിനൊക്കെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങളുടെ പ്രാക്ടീസ് ആണ്. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്, നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തത്. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ കൊടുക്കണം കേട്ടോ. ഓക്കെ, അടുത്ത 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് തരട്ടെ. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. വാട്ട് ഈസ് ദ ലീസ്റ്റ് നമ്പർ ദാറ്റ് മസ്റ്റ് ബി ആഡഡ് ടു പ്രോഡക്റ്റ് ടു മേക്ക് ഇറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ? ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ, നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരുപാട് ടൈം എടുക്കും. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈം. ഇതെന്താ നമ്മൾ ചെയ്യുന്നത്? നമുക്കൊരു ഫോമുല അറിയാം. a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താ? 684 എന്ന് പറഞ്ഞാൽ 685 മൈനസ് 1. 686 പറഞ്ഞാൽ 685 പ്ലസ് 1. അത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? എങ്ങനെ എഴുതാം ഇതിനെ? 685 മൈനസ് 1 ഇൻറ്റു 685 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. 685ന്റെ സ്ക്വയർ മൈനസ് 1ന്റെ സ്ക്വയർ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? വാട്ട് ഈസ് ദ ലീസ്റ്റ് നമ്പർ? വാട്ട് ലീസ്റ്റ് നമ്പർ ദാറ്റ് മസ്റ്റ് ബി ആഡഡ് ടു ദ പ്രോഡക്റ്റ്? ഇതാണ് പ്രോഡക്റ്റ്. എന്താ ആഡ് ചെയ്യണം? ഇതിന്റെ കൂടെ 1 ആഡ് ചെയ്താൽ പോരെ? 1 ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ 1 വെട്ടിപ്പോയി എന്തായി? ഇത് 685ന്റെ സ്ക്വയർ ആവും. എന്ന് പറഞ്ഞാൽ എന്തായി? പെർഫെക്റ്റ് സ്ക്വയർ ആയി. നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ബി ആഡ് ചെയ്താൽ 1 ആഡ് ചെയ്താൽ ലീസ്റ്റ് നമ്പർ, അതുകൊണ്ടാണ് ലീസ്റ്റ് നമ്പർ വെച്ച് എന്താവും? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവും. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? ഡിറ്റർമിൻ ദ ലാർജസ്റ്റ് 4-digit നമ്പർ. അപ്പോൾ ഇത് എന്ത് ചെയ്യണം? ഇത് വേറെ ഒന്നും ചെയ്യേണ്ട. ലാർജസ്റ്റ് 4 നമ്പർ വേറെ ഒന്നും ചെയ്യേണ്ട. 9801 എന്തിന്റെ സ്ക്വയർ? 99ന്റെ സ്ക്വയർ. സ്ക്വയർ കണ്ടുപിടിക്കേണ്ട ക്ലാസ് സ്ക്വയർ ആൻഡ് ക്യൂബ്. സ്ക്വയർ എങ്ങനെ ഫാസ്റ്റ് ആയിട്ട് കണ്ടുപിടിക്കണം എന്നുള്ളത് SSC GD 2022 പ്ലേലിസ്റ്റ് എടുക്കുക. അതിലെ ഫസ്റ്റ് ക്ലാസ് അതാണ്. എന്ത് ചെയ്യുക? അറിയാത്തവർ അത് കാണുക. 99ന്റെ സ്ക്വയർ ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 100 1 കുറയ്ക്കും, 0 എന്ന് എഴുതി 99 1 കുറച്ച് 98 0. അതൊക്കെ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യാം? കാണാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? നേരത്തെ പോലെ ചെയ്തതാണ്. ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഹോംവർക്ക് ആയിട്ട് ചെയ്ത് ആൻസർ പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇത് മതി. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യാം? ഹോംവർക്ക് ആയിട്ട് ആൻസർ പറയാം. എല്ലാവരും ക്ലാസ് കണ്ട് മനസ്സിലായവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അത് പറയണം, ഫീഡ്ബാക്കും പറയണം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം. ഓക്കെ, നമ്മുടെ ക്ലാസ്സിന്റെ ഇതുപോലുള്ള ഈ ഒരു ടോപ്പിക് തന്നെ നിങ്ങൾക്ക് ഫുള്ളായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യണം, നന്നായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ക്ലാസ് എടുക്കാവുന്നതാണ്. ബാക്കി ആപ്ലിക്കേഷൻ്റെ കാര്യമുണ്ട്. അപ്പോൾ നമ്പർ സിസ്റ്റം നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ക്രാഷ് കോഴ്സിന്റെ നമ്പർ സിസ്റ്റം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത LCM SCF ആണ്. അത് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങൾ എത്രത്തോളം ഇത് കമന്റ് ക്ലാസ് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് അറിയിക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്ലാസ് ചെയ്യാൻ വേണ്ടി എന്തായിരിക്കും? നമുക്കൊരു എനർജി ആയിരിക്കും. അപ്പോൾ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, അറിയാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.